രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാരായണീയത്തിൻ്റെ ക്ലാസ്സാണ്. മൂന്നാമത്തെ ദശകമാണ്, 10ാമത്തെ ശ്ലോകമാണ്. എപ്പിസോഡ് 30 ഇതിന് മുമ്പുള്ള ശ്ലോകങ്ങൾ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ എന്ത് ചെയ്താൽ മതി? പ്ലേലിസ്റ്റ് എടുത്താൽ മതി, അതിനകത്തുണ്ട്. എല്ലാ ചൊവ്വാഴ്ചയും രാധയുടെ പ്രണയമുണ്ട്, വ്യാഴാഴ്ച അഷ്ടപതിയുടെ ക്ലാസ് ഉണ്ട്, വെള്ളിയാഴ്ച ഏറ്റവും പ്രധാനം ധർമ്മപദം, ശ്രീബുദ്ധൻ്റെ ധർമ്മപദം, മോക്ഷത്തിലേക്കുള്ള മാർഗം, അതിലൂടെ മാത്രമേ കിട്ടൂ. അതേ കണക്ക് തന്നെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട്. അതേ കണക്ക് ജ്യോതിഷം, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ, ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. അത് കേൾക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. എൻ്റെ ഫോൺ നമ്പർ 9645333999. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഇത് കൊടുത്തിട്ടുണ്ട്. അതേ കണക്ക് അഷ്ടാവക്ര ഗീത കേൾക്കണം. ഒരിടത്തൊരിടത്തൊരു അച്ഛനുണ്ടായിരുന്നു. ഏയ് അച്ഛാ പ്ലീസ് മകളെ ഒന്ന് കെട്ടിപ്പിടിക്കൂ. ഈ 2 വീഡിയോ നിങ്ങൾ കേൾക്കണം. പ്രത്യേകിച്ചും നിങ്ങൾക്ക് പെൺമക്കളുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ കേട്ടിരിക്കണം. മക്കളെ നഷ്ടപ്പെടാതിരിക്കാൻ അത് നമുക്ക് സഹായിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓം രാധായേ സ്വാഹ. ഓം മഹാഗണപതയേ നമഃ. ഓം മണിപത്മേ
ഹും. ഓം ശ്രീ രാധാകൃഷ്ണായ നമ. ഓം നമോ നാരായണായ. ഓം രാധായൈ സ്വാഹ. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണി കി ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന എൻ്റെ രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് നാരായണീയം പറയാനുള്ള ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നൽകുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എൻ്റെ കൃഷ്ണ ഭഗവാനെങ്കിൽ ജയ്. അപ്പോൾ നാരായണീയം ആരംഭിക്കുകയാണ്. അതിനു മുമ്പ് ഞാൻ പറഞ്ഞു കൃഷ്ണൻ്റെ കാമുകി രാധ. രാധയാണ് യഥാർത്ഥ ദൈവം. രാധയ്ക്ക് മുകളിൽ ഒരു ദൈവമില്ല. ആ രാധയെ ഭജിക്കാതെ കൃഷ്ണനെ ഭജിക്കുന്ന ഒരാൾക്കും കൃഷ്ണപ്രസാദം കിട്ടില്ല. അവരിങ്ങനെ കഷ്ടപ്പാടുകളിൽ കിടന്നലയും. ആ രാധയുടെ ജീവിതകഥ ആസ്പദമാക്കി നമ്മുടെ വെബ് സീരിയൽ 100 എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ്. നാളെ 101ാമത്തെ എപ്പിസോഡ്. അപ്പം 100 എപ്പിസോഡ് ആയപ്പോൾ നിരവധി ആളുകളാണ് രാധയുടെ പ്രണയത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് നമുക്ക് പ്രക്ഷേപണം ചെയ്താൽ അത് 1 മണിക്കൂറിൽ കൂടുതൽ എടുക്കും. അതുകൊണ്ട് ഓരോ വീഡിയോയിലായിട്ട് നമ്മൾ ഇടുകയാണ്. രാധയുടെ പ്രണയം, കൃഷ്ണന്റെ രാധ, കൃഷ്ണന്റെ മാത്രം രാധ, രാധയുടെ മാത്രം കൃഷ്ണൻ. ആ രാധയുടെ ജീവിത കഥ കേൾക്കാൻ ഭാഗ്യം ലഭിക്കുന്നവരെ, രാധയുടെ പ്രണയം 1 തൊട്ട് 100 വരെ കേട്ടിട്ടുള്ളവരും അതല്ല ഒരു 10-12 കഴിഞ്ഞ് കേട്ടിട്ടുള്ളവരും അവരുടെ അഭിപ്രായമാണ്. കേട്ടുകൊള്ളൂ, കേട്ടുകൊള്ളൂ നിങ്ങൾ, എന്നിട്ട് ഞാൻ നാരായണീയം പഠിപ്പിക്കും. സാറിന് നമസ്കാരം. സാറിന്റെ ഈ രാധേ രാധേ എന്നുള്ള എനിക്ക് തുടക്കം മുതലൊന്നും കാണാൻ ഭാഗ്യം കിട്ടിയില്ല. എന്താന്ന് ചോദിച്ചാൽ എനിക്ക് ഇത്തിരി ഫോണൊന്നും ഇല്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞ വർഷം, ഈ വർഷമായപ്പോൾ 1 വർഷം ഓഗസ്റ്റിലാണ് കിട്ടിയത്. അന്ന് മുതൽ ഞാനിത് കാണുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ സാറ് 10-70 വയസ്സ് വരെ ജീവിച്ചിട്ട് ഈ രാധാദേവിയെക്കുറിച്ചുള്ള ഇത്രയും വിശദീകരിച്ചൊരു ഇത് കേൾക്കാനോ കാണാനോ ഒന്നും എനിക്ക് അറിഞ്ഞിട്ടില്ല. സാറിൻ്റെ ഈ ചാനലിൽ കൂടെ മാത്രമാണ് എനിക്കിത് ലഭിച്ചത്. ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും വരാനായിട്ട് ഞാൻ കാത്തിരിക്കുമായിരുന്നു. എനിക്ക് കൂടുതലും എന്താ പറയേണ്ടതെന്ന് അറിയില്ല. 1 മിനിറ്റല്ലേ പറയാൻ പറ്റുള്ളൂ. സാറിന് ഒരുപാട് നന്ദി. സാറിനൊരു 1000 ആരോഗ്യ സൗഖ്യങ്ങൾ ഉണ്ടാവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. സാറിനോട് എനിക്ക് ഒരുപാട് സ്നേഹമുണ്ട്. ഞാൻ കോട്ടയത്തെ അമ്മയാണേ. രാധയുടെ പ്രണയം തുടക്കം മുതൽ തന്നെ കാണുന്നുണ്ട്. എല്ലാ എപ്പിസോഡും വളരെ ശ്രദ്ധയോടെ കേൾക്കാറുണ്ട്. നല്ല കഥയാണ്. കൃഷ്ണൻ്റെ കഥകൾ കേട്ടിട്ട് ഇങ്ങനെ നല്ല സമാധാനവും സന്തോഷവും ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. സാറിൻ്റെ രാധേ രാധേ ചാനൽ ഞാൻ ഇടയ്ക്ക് വെച്ചാണ് കണ്ടു തുടങ്ങിയത്. വളരെയധികം ഹൃദയസ്പർശിയായിട്ടാണ് സാറ് രാധാറാണിയുടെ കഥകൾ വിവരിക്കുന്നത്. ഇപ്പോൾ 100ാമത്തെ എപ്പിസോഡ് എത്താറായി എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ ചാനൽ ഇനിയും ഗംഭീരമായി മുന്നോട്ട് പോകാൻ സാറിന് രാധാറാണിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം സാർ. ഞാൻ രാധയുടെ പ്രണയം പകുതി വെച്ചിട്ട് കണ്ടു തുടങ്ങിയ. അത് ഇടയ്ക്ക് ഒരിക്കൽ കണ്ടിനേനു, അന്നേരം എനിക്കത് കാണാൻ പറ്റില്ല. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് കണ്ടു തുടങ്ങി. നമ്മൾ ഇതുവരെ കേൾക്കാത്ത രാധയുടെ ഓരോ കഥകളും കേട്ടപ്പോൾ ഒന്നും അറിയാത്ത നമുക്ക് രാധയുടെ ഒരുപാട് കാര്യങ്ങൾ സാറ് മനസ്സിലാക്കി തന്നു. ഒരു പുതിയ അറിവായിരുന്നു സാറേ. ഒരുപാട് നന്ദി. രാധയുടെയും കൃഷ്ണൻ്റെ ഇത്തരം കഥകളും പ്രണയലീലകളെല്ലാം ഇത്രയും മനോഹരമായിട്ട് വിവരിച്ച് തന്നതിന് ഒരുപാട് നന്ദി സാറ്. അത് സാറ് വിവരിക്കുമ്പോൾ അത് ഒരു കഥ പറഞ്ഞു പോകുന്ന പോലെയല്ല, ശരിക്കും അതിൽ ജീവിച്ച്
കാണിക്കുന്ന പോലെ അത്രയും ഫീലായിട്ട് അനുഭവപ്പെടുന്നു. എനക്ക് മാത്രമായിരിക്കില്ല, നമ്മളെ പോലെ കേൾക്കുന്ന എല്ലാവർക്കും അതേ ഫീലില്ല ഉള്ള രാധയുടെ കഥ. ഏത് കഥയാണെങ്കിലും സാറ് പറയുന്നതിന് അതിൽ ലയിച്ച് ചേർന്ന് പറയുന്ന അനുഭൂതി, ദിവ്യമായ ഒരു അനുഭൂതി ഇത് കിട്ടുന്ന രാധയുടെ പ്രണയം. പിന്നെ പ്രത്യേകിച്ചിട്ട് നമുക്ക് ഒരിക്കലും എനിക്കൊന്നും രാധ എന്നുള്ള പേര് കേൾക്കുക എന്നല്ലാണ്ട് ഒരു കഥയും അറിയില്ലേനു. രാധയുടെ പ്രണയം എന്ന് മാത്രമല്ലാണ്ട് അപ്പം അത്രയും വിശദമായിട്ട് സാർ അത് വിശദീകരിച്ച് തന്നതിന് ഒരുപാട് നന്ദി. സാറ് പറഞ്ഞ പോലെ ഏതോ ഒരു ജന്മപുണ്യം കൊണ്ട് കേൾക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. രാധാറാണി അമ്മയുടെ അനുഗ്രഹം എപ്പോഴും എല്ലാവർക്കും ഉണ്ടാവാൻ പ്രാർത്ഥിക്കുന്നു. രാധേ രാധേ. ഞാൻ കോഴിക്കോട് നിന്ന് ശില്പയാണ്. രാധയുടെ പ്രണയം ഞാൻ ആദ്യം തൊട്ടേ കാണാറുണ്ട്. ഇപ്പം രാധയുടെ പ്രണയം 100ാമത്തെ എപ്പിസോഡ് വരെ എത്തിയിരിക്കുകയാണ്. ദിലീപ് സാർ അത് മനോഹരമായി അവതരിപ്പിച്ചിരിക്കുകയാണ്. 100ാമത്തെ എപ്പിസോഡ് രാധയുടെ പ്രണയം എത്തിയതിൽ വളരെയധികം സന്തോഷിക്കുന്നു. ഇനിയും ഒത്തിരി എപ്പിസോഡ് സാറിന് ചെയ്യാൻ പറ്റട്ടെന്ന് രാധാറാണിയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് വിദ്യ, സ്ഥലം വരുന്നത് തൃശ്ശൂരാണ്. ഞാൻ ദിലീപ് സാറിൻ്റെ രാധേ രാധേ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഈ അടുത്ത കാലത്താണ് കണ്ടു തുടങ്ങിയത്. എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് എനിക്ക് ആ ലിങ്ക് കിട്ടിയത്. കാരണം എൻ്റെ ഫ്രണ്ട് സുലോചന ചേച്ചി, ആളുടെ നാളും മകീരിയാണ്, എൻ്റെ നാളും മകീരിയാണ്. അപ്പോൾ ആളാണ് എനിക്ക് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ പറഞ്ഞു തന്നത്. സാറിൻ്റെ ചാനലാണ്, ഒന്ന് കണ്ടു നോക്കൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് അയച്ചു തന്നു. സാറ് എന്താ പറയുക, ദിലീപ് സാറിൻ്റെ വീഡിയോ കാണുമ്പോൾ നമുക്ക് നേരിട്ട് നമ്മുടെ അടുത്ത് സംസാരിക്കുന്ന പോലത്തെ ഒരു ഫീലാണ്. ഒരുപാട് കാര്യങ്ങൾ, അതായത് മുതിർന്നവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഒരേപോലെ ഉള്ള അറിവുകളാണ് സാർ രാധേ രാധേ എന്ന് പറയുന്ന ആ ഒരു ചാനലിൽ കൂടെ നമുക്ക് പകർന്നു തരുന്നത്. ഇനിയും സാറിന് അതിന് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രാധേ രാധേ. രാധയുടെ പ്രണയ എപ്പിസോഡുകൾ ഒരു വൃന്ദാവന ദർശനത്തിന് ശേഷം കാണാൻ രാധാറാണി ഇടയാക്കി. അന്നു മുതൽ എല്ലാ എപ്പിസോഡുകളും കണ്ട് എൻ്റെ ജീവിതം ധന്യമാക്കിയ ദിലീപ് സാറിന് നന്ദി. രാധേ രാധേ എന്ന സാറിൻ്റെ യൂട്യൂബ് ചാനൽ തുടക്കം മുതൽ കാണുന്ന ഒരാളാണ് ഞാൻ. ഇത്രയും മനോഹരമായി കൺമുന്നിൽ കാണുന്നത് പോലെ സാർ ഇത് അവതരിപ്പിക്കുന്നു. രാധാകൃഷ്ണ പ്രണയം ഇത്രയും മനോഹരമായി അവതരിപ്പിച്ച് 100ാം എപ്പിസോഡിലേക്ക് എത്തിച്ച സാറിനെ അഭിനന്ദനം അറിയിക്കുന്നു. രാധേ രാധേ. രാധേ രാധേ. ഞാൻ സരിത, പാലക്കാട്ട് നിന്നാണ്. ഞാൻ രാധേ രാധേ എന്നുള്ള ചാനൽ കാണാറുള്ളതാണ്. എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചത് ഈ ഒരു ചാനലിലൂടെയാണ്. 100ാമത്തെ എപ്പിസോഡിൽ എത്തിയതും വളരെ വളരെ സന്തോഷം. അതിലും മീതെ ഒരുപാട് മുകളിലേക്ക് പോകാൻ ആശംസിക്കുകയാണ്. എൻ്റെ ലൈഫിൽ തന്നെ എനിക്ക് കുറേ മാറ്റങ്ങൾ സംഭവിച്ചത് രാധാറാണിയെ കൂടുതൽ എനിക്ക് പ്രാർത്ഥിക്കാനും അടുക്കാനൊക്കെ കഴിഞ്ഞത് ഈ ഒരു ചാനലിലൂടെയാണ്. എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇന്നത്തെ ശ്ലോകം നാരായണീയം 3ാമത്തെ ദശകമാണ്, 10ാമത്തെ ശ്ലോകമാണ്. അത് ചൊല്ലിത്തരുന്നത് നിങ്ങൾക്ക് സുപരിചിതയായി കഴിഞ്ഞ നമ്മുടെ കൊച്ചുമിടുക്കി ദക്ഷാജിതിൻ അത് മനോഹരമായി പാടുന്നു. അത് കേട്ടുകൊള്ളൂ. അതിനുശേഷം ആ ശ്ലോകം ഞാൻ നിങ്ങളെ രാധാറാണിയുടെ കൃപയാൽ പഠിപ്പിക്കുന്നതാണ്. കിമുക്തർഭൂയോ ബിസ്തവഹി കരുണായാവദുദിയാ ദഹം താവഥേവ പ്രഹിത വിവിധാർത്ഥ പ്രലപിത പുരക്നുക്തേ പാദേ വരദ തവ നേഷ്യാമി ദിവസാൻ യഥാ ശക്തി വ്യക്തം നതിനു തിനിഷേവാ വിരചയൻ. നമ്മുടെ ദക്ഷാജിതിൻ അത് മനോഹരമായി പാടിയത് കേട്ടല്ലോ. ഇനി നമുക്ക് പഠിപ്പിക്കാം. നോട്ട്ബുക്കൊക്കെ എടുത്ത് തുറന്നു വെച്ചോളൂ, ശ്രദ്ധിച്ചു കേട്ടോ. കിമുക്തൈർ ഭൂയോഭിസ്തവ ഹി കരുണാ യാവദുദിയാ ദഹം താവത് ദേവ പ്രഹിത വിവിധാർത്ഥ പ്രലപിത പുരക്ലിപ്തേ പാദേ വരദ തവ നേഷ്യാമി ദിവസിൻ യഥാശക്തി വ്യക്തം നദി നുദി
നിഷേവാ വിരചയൻ. അർത്ഥം എഴുതിക്കൊള്ളൂ നിങ്ങൾ. കിമുക്തൈർ ഭൂയോധി. ആ ബുക്ക് നോക്കിയത്. കിമുക്തൈർ ഭൂയോഭി. അർത്ഥം സമം ഇട്ടിട്ട് അത് പിരിച്ചെഴുതണം. കിം അധികം ഉക്തൈ. ഉക്തൈ ഉമയുടെ ഊ. കിം അധികം ഉക്തൈ അധികം ഭൂയോധി. ഉണ്ടോ? ഇങ്ങനെ നമ്മൾ പിരിച്ചെഴുതണം ആദ്യം നമ്മൾ. ഇനി അതിൻ്റെ അർത്ഥം മൊത്തം എഴുതിക്കൊള്ളൂ. വളരെ പറഞ്ഞിട്ടെന്ത് കാര്യം, അല്ലെങ്കിൽ ഒരുപാട് പറഞ്ഞിട്ടെന്ത് കാര്യം, അതാണ് അർത്ഥം. വളരെയധികം പറഞ്ഞിട്ടെന്താണ് കാര്യം, അല്ലെങ്കിൽ ഒരുപാട് പറഞ്ഞിട്ടെന്താണ് കാര്യം. സ്തവഹി. അർത്ഥം എഴുതുന്നത് സ്തവഹി അങ്ങയുടെ. അങ്ങയുടെ. കരുണ കാരുണ്യം. കരുണ കാരുണ്യം. യാവദുദിയ. യാവദുദിയ. പിരിച്ചെഴുത്. യാവത് അധികം ഉദിയാൽ. യാവത് അധികം ഉദിയാൽ. അതായത് എപ്പോൾ ഉണ്ടാകുന്നുവോ അതുവരെ. അർത്ഥം എഴുതണേ. അപ്പൊ ആദ്യം യാവദുദിയ, പിരിച്ചെഴുത് യാവത് അധികം ഉദിയാത്. സമവിട്ടിട്ട് അർത്ഥം എഴുത് എപ്പോൾ ഉണ്ടാകുന്നുവോ അതുവരെ. ഭഗവാന്റെ കൃപ എപ്പോൾ ഉണ്ടാകുന്നുവോ അതുവരെ. ഇവിടെ കൃപ എഴുതണ്ട, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ. അടുത്തത് അഹം. പക്ഷെ ചേർത്ത് എഴുതുമ്പം അടുത്ത വരി തുടങ്ങുന്നത് ദഹം എന്നാണ്. പക്ഷെ അഹം എന്നാണ് സംഭവം. അഹം എന്ന് പറഞ്ഞാൽ ഞാൻ. താവത് ദേവാ. താവത് ദേവാ നല്ല അർത്ഥമുള്ളതാണ്. താവത് ദേവാ അർത്ഥം എഴുത്. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാര രൂപമായ, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാര രൂപമായ ലീലയിൽ ഏർപ്പെട്ടിരിക്കുന്നവനേ. അത്രയും അർത്ഥമുണ്ട് അതിന്. ഒന്നും കൂടെ പറഞ്ഞുതരാം. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാര രൂപമായ ലീലയിൽ ഏർപ്പെട്ടിരിക്കുന്നവനേ. അടുത്തത് പ്രഹിത വിവിധാർത്ഥ പ്രലപിത. അതൊക്കെ ഒറ്റ വാക്കാ, ചേർത്തെഴുതണം. പ്രഹിത വിവിധാർത്ഥ പ്രലപിത. അർത്ഥം പലതരത്തിലുള്ള പരാതി പറയുന്നതെല്ലാം ഉപേക്ഷിച്ച്. പലതരത്തിലുള്ള പരാതികൾ പറയുന്നതെല്ലാം ഉപേക്ഷിച്ച്. പുര. പുര സമം മുന്നിൽ. പുര മുന്നിൽ. ക്ലിപ്തേ. ക്ലിപ്തേ വിളങ്ങുന്ന. അത് ചിലതിനകത്ത് ക്ലിപ്തേ എന്ന് കൊടുത്തേക്കും. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ക്ലിപ്തേ വിളങ്ങുന്ന. പാദേ പാദങ്ങളിൽ. ഇനി അത് ചേർത്തെഴുത്. പുര ക്ലിപ്തേ പാദ. പാദേ മുന്നിൽ വിളങ്ങുന്ന പാദങ്ങളിൽ. പുര ക്ലിപ്തേ പാദേ മുന്നിൽ വിളങ്ങുന്ന പാദങ്ങളിൽ. വരദ വരം നൽകുന്നവനെ. വരദ വരം നൽകുന്നവനെ. തവ അങ്ങയുടെ. തവ അങ്ങയുടെ. നേഷ്യാമി ഞാൻ കഴിഞ്ഞുകൊള്ളാം. നേഷ്യാമി ഞാൻ കഴിഞ്ഞുകൊള്ളാം. ദിവസാൻ ദിവസങ്ങളെ. ദിവസങ്ങളെ. യഥാശക്തി എന്നാലാവും വിധം. അതാണ് അർത്ഥം. യഥാശക്തി സമവിട്ടിട്ട് എന്നാലാവും വിധം, എന്നെ കൊണ്ട് കഴിയുന്ന തരത്തില്. വ്യക്തം. വ്യക്തം എന്ന് പറഞ്ഞാൽ വ്യക്തമായി. നദി. നദി അർത്ഥം എഴുത് കുമ്പിടുക. നദി കുമ്പിടുക. നുതി. നുതി സ്തുതിക്കുക. നുതി സ്തുതി എന്നാണ് അർത്ഥം. സ്തുതി. നിഷേവ ചെയ്തുകൊണ്ട്. നിഷേവ ചെയ്തുകൊണ്ട് അർത്ഥം എഴുതിക്കോണം. നിഷേവ ചെയ്തുകൊണ്ട്. വിരചയൻ ചെയ്യുന്നവനായി. വിരചയൻ ചെയ്യുന്നവനായി. ഇനി ഈ 4 വരികളുടെയും കൂടെ മൊത്തത്തിലുള്ള അർത്ഥം ഞാൻ പറഞ്ഞു തരാം. അതിനുശേഷം ഞാൻ ഓരോ വരി എടുത്ത് നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും. അങ്ങനെ പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പം ആ കാവ്യത്തിൻ്റെ അർത്ഥം കിട്ടി. അർത്ഥം മനസ്സിലാക്കി വായിച്ചാൽ നാരായണീയത്തിന് ഇരട്ടിയുടെ ഇരട്ടി ഗുണമാണ്. അർത്ഥം അറിയാതെ ചുമ്മാ ഗുണാന്ന് വായിച്ചു പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല.
അതൊരുമാതിരി വെറും വാക്കുകൾ കൊണ്ടുള്ള കസർത്ത്. ഇത് അർത്ഥമറിഞ്ഞ് ഭഗവാന്റെ ആ രൂപങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതായിട്ട് വിചാരിക്കണം. ഇതിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം പറഞ്ഞു തരാം. വളരെ പറയുന്നത് എന്തിനു ഭഗവാനേ, എല്ലാവർക്കും വരം കൊടുക്കുന്ന ഭഗവാനേ കൃഷ്ണ, എൻ്റെ കൃഷ്ണൻ്റെ കാരുണ്യം ഉണ്ടാകുന്നതു വരെ ഞാനിനി പരാതിയൊന്നും പറയത്തില്ലേ. പരാതി പറച്ചിലുകളെല്ലാം ഉപേക്ഷിച്ചിട്ട് എൻ്റെ മുന്നിൽ വിളങ്ങുന്ന ഭഗവാന്റെ പാദത്തെ, തൃപ്പാദങ്ങളിൽ കഴിയുന്ന വിധത്തിലെല്ലാം ഞാൻ നമസ്കരിക്കും. എങ്ങനെ? ഭഗവാന്റെ തൃപ്പാദങ്ങളെ നമസ്കാരം കൊണ്ട്, സ്തുതി കൊണ്ട്, ഭജന കൊണ്ട് ഞാനിങ്ങനെ പൂജിച്ച് എൻ്റെ ദിവസങ്ങൾ തള്ളി നീക്കാം. അപ്പോൾ ഈ 4 വരിയുടെയും കൂടെ മൊത്തത്തിലുള്ള അർത്ഥം, ഭഗവാനെ കൃഷ്ണ എന്തിനധികം പറയുന്നു? ചോദിക്കുന്നവർക്കെല്ലാം വാരിക്കോരി വരം കൊടുക്കുന്ന ഭഗവാനെ, എൻ്റെ കൃഷ്ണ, നിന്റെ കാരുണ്യം എൻ്റെ പുറത്തുണ്ടാകുന്നത് വരെ ഞാൻ ഇനി പരാതി പറയുന്നില്ല. ഇതുവരെ പറഞ്ഞതൊക്കെ നിർത്തി ഇനി പരാതിയൊന്നും പറയാതെ എൻ്റെ മുന്നിൽ വിളങ്ങുന്ന അങ്ങയുടെ തൃപ്പാദമുണ്ടല്ലോ, ആ തൃപ്പാദങ്ങളെ ഞാൻ നമസ്കരിക്കുകയും സ്തുതിക്കുകയും ഭജന കൊണ്ട് വീണ്ടും സ്തുതിക്കുകയും അങ്ങനെ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ദിവസങ്ങൾ എന്ത് ചെയ്യാം? കഴിച്ചു കൂട്ടിക്കൊള്ളാം ഭഗവാനെ. ഇതാണ് ഇതിൻ്റെ മുഴുവൻ അർത്ഥമെന്ന് പറയുന്നത്. ഇനി നമുക്ക് 1ാമത്തെ വരി എടുത്ത് പഠിക്കാം. 1ാമത്തെ വരിയിൽ എന്താ? കിമുക്തൈർ ഭൂയോഭിസ്തവ ഹി കരുണ യാവദുദിയാ എന്നാണ് 1ാമത്തെ വരി. നമുക്ക് അർത്ഥം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. കിമുക്തൈർ ഭൂയോഭി പിരിച്ചെഴുതുമ്പം കിമ്മധികം ഉക്താധികം ഭൂയോഭി. അർത്ഥം വളരെ പറഞ്ഞിട്ടെന്ത് കാര്യം? നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ എന്തിനധികം പറയുന്നു? സതവഹി അങ്ങയുടെ കരുണ കാരുണ്യം യാവതുദിയാ എപ്പോൾ ഉണ്ടാകുന്നുവോ അതുവരെ. ഇതാണ് 1ാമത്തെ വരി. അപ്പോൾ 1ാമത്തെ വരിയിൽ പറയുന്നത് ഇതാണ്: അല്ലയോ ഗുരുവായൂരപ്പ, എന്തിനധികം പറയുന്നു? അല്ലെങ്കിൽ ഒരുപാട് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഭഗവാനെ കൃഷ്ണ, നിൻ തിരുവടിയുടെ കാരുണ്യം എപ്പോഴാണ് ഉണ്ടാകുന്നതെന്ന് ആർക്ക് പറയാം? എപ്പോൾ ഉണ്ടാകുന്നുവോ അതുവരെ ഞാൻ ഇങ്ങനെ കഴിഞ്ഞോളാമേ. ഇതാണ് 1ാമത്തെ വരിയുടെ അർത്ഥം. അപ്പോൾ 1ാമത്തെ വരിയുടെ അർത്ഥം, ഭഗവാനേ കൃഷ്ണ, എൻ്റെ ഗുരുവായൂരപ്പ, എൻ്റെ കണ്ണ, എൻ്റെ കള്ളക്കണ്ണ, എൻ്റെ പൊന്ന് കണ്ണ, എൻ്റെ ഗുരുവായൂരപ്പ, എൻ്റെ രാധാ വല്ലഭ, രാധയുടെ പ്രിയപ്പെട്ട കാമുക, അങ്ങയുടെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ എന്തിനു പറയുന്നു? ഭഗവാനെ, അങ്ങയുടെ കാരുണ്യം എൻ്റെ നേർക്കൊന്നു വരാൻ ഞാൻ കാത്തിരിക്കുന്നു. അതുവരെ ഞാൻ ഇങ്ങനെ കഴിഞ്ഞുകൊള്ളാം. കാരണം ഭഗവാനോട് നമുക്ക് ആജ്ഞാപിക്കാൻ കഴിയത്തില്ല. നമുക്ക് ആജ്ഞാപിക്കാൻ പറ്റുമോ ഭഗവാന്റെ അടുത്ത്? കൃഷ്ണ, എനിക്കിപ്പോൾ തന്നെ കരുണ ചെയ്തേ പറ്റുമെന്ന്? പറ്റില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത്, ഭഗവാന് നമ്മളോട് കരുണ തോന്നാൻ വേണ്ടി ഹൃദയം പൊട്ടി ഭഗവാനോട് പ്രാർത്ഥിക്കുക, ഉള്ളിൽ തട്ടി പ്രാർത്ഥിക്കുക. എന്നിട്ട് ആ കാരുണ്യം കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ കാത്തിരിക്കുക. അറിയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഇപ്പോൾ ഈ നിമിഷം കിട്ടിയെന്നിരിക്കും. ചിലപ്പോൾ കൃഷ്ണനല്ലേ, കളിപ്പിക്കത്തില്ലേ, ഭയങ്കര കളിക്കാരനല്ലേ കൃഷ്ണൻ എന്ന് പറയുന്നത്, ലീലാവിലാസൻ. ഭഗവാൻ ശ്രീകൃഷ്ണൻ ചിലപ്പോൾ നിങ്ങളിങ്ങനെ പറയുന്ന ആ നിമിഷം നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കും? ഭഗവാന്റെ കാരുണ്യം കിട്ടിയിരിക്കും.
ചിലപ്പോൾ ദിവസങ്ങളെടുക്കാം, ചിലപ്പം മാസങ്ങളെടുക്കാം, ചിലപ്പം വർഷങ്ങളെടുക്കാം. അതുകൊണ്ടല്ലേ കള്ള കണ്ണാന്ന് വിളിക്കുന്നത്. ഗണപതിയൊക്കെ ആണെങ്കിൽ ശിവനുമാണെങ്കിൽ പെട്ടെന്ന് പ്രസാദിക്കും, പെട്ടെന്ന് കരുണ തരും. പക്ഷേ കൃഷ്ണൻ അങ്ങനല്ല. ഇട്ടിങ്ങനെ വട്ടം കറക്കി നമ്മളെ അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി, അപ്പം നമ്മൾ അങ്ങോട്ടുരുണ്ട്, ഇങ്ങോട്ട് തട്ടുമ്പോൾ ഇങ്ങോട്ടുരുണ്ട്, നടുക്ക് വന്ന് കേഴും ഭഗവാനേ. അപ്പോൾ ഒരു തട്ട് കൂടെ തരും വടക്കോട്ട്. അപ്പോൾ വടക്കോട്ട് നീങ്ങും. അപ്പോൾ നമ്മൾ പറയും ഭഗവാനെ ഒരു തട്ട് തരും തെക്കോട്ട്. ഇതല്ലേ കള്ള കണ്ണാ, കുസൃതി കണ്ണാ, നിന്റെ സ്വഭാവം ഇതല്ലേ കണ്ണാ. അതുകൊണ്ട് ഒരു വഴിയേ ഉള്ളൂ. കരുണ ചിലപ്പോൾ ഉടൻ തരും, ചിലപ്പം മാസങ്ങളെടുക്കും, ചിലപ്പം വർഷങ്ങളെടുക്കും. കാത്തിരിക്കുക, കാത്തിരിക്കുക. ഇത് മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ ഇരയിമ്മൻ തമ്പി ഇല്ലേ, ആ ഇരയിമ്മൻ തമ്പി ശ്രീരാഗത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ശ്രീരാഗത്തിലാണ് ഇരയിമ്മൻ തമ്പി പറഞ്ഞിരിക്കുന്നത്, കരുണ ചെയ്യുവാൻ എന്തു താമസം കൃഷ്ണ, കരുണ ചെയ്യുവാനെന്തു താമസം കൃഷ്ണ, കഴലീണ കൈ തൊഴുന്നേൻ, കരുണ ചെയ്യുവാനെന്തു താമസം കൃഷ്ണ, കഴലീണ കൈ തൊഴുന്നേൻ കൃഷ്ണ, കഴലീണ കൈ തൊഴുന്നേൻ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ, കഴലീണ കൈ തൊഴുന്നേൻ. ഇനി നമുക്ക് രണ്ടാമത്തെ വരി പഠിക്കാം. അപ്പം നേരത്തെ ശ്രീരാഗമാണ്. ശ്രീരാഗം ഇങ്ങനൊന്നും അല്ലേ, ശ്രീരാഗമൊക്കെ നല്ല ശാസ്ത്രീയ സംഗീതം പഠിച്ചവർക്ക് മാത്രമേ പാടാൻ പറ്റൂ. ഞാൻ ചുമ്മാ അതൊരു കൊട്ടത്താപ്പിന് പാടിയതാണ്, അതുകൊണ്ട് ഇങ്ങനെയാണ് ശ്രീരാഗം പാടുന്നതെന്നൊന്നും വിചാരിച്ച് കളയരുത്. ഞാൻ ചുമ്മാ അങ്ങ് പാടി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് രണ്ടാം വരി, ദഹം താവത് ദേവ പ്രഹിത വിവിധാർത്ഥ പ്രലപിത. അമ്മമാർക്കൊക്കെ നല്ല മനസ്സിലാകുന്നുണ്ടല്ലോ, ഞാൻ നിർത്തി നിർത്തി പറയുന്നുണ്ട്. ദഹം താവത് ദേവ പ്രഹിത വിവിധാർത്ഥ പ്രലപിത. ഇവിടെ ദഹം എന്ന് പറഞ്ഞാൽ അഹമാണ്. ആ ഒന്നാമത്തെ വരിയായിട്ട് കൂട്ടിച്ചേർക്കുമ്പം ദഹമായതാ. അപ്പം അഹം ഞാൻ, താവത് ദേവ വലിയ അർത്ഥമുള്ള പദമാണ്. താവത് ദേവ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാര രൂപമായ ലീലയിൽ ഏർപ്പെട്ടിരിക്കുന്നവനെ, പ്രഹിത വിവിധാർത്ഥ പ്രലപിത, പലതരത്തിലുള്ള പരാതി പറച്ചിലുകളെല്ലാം ഉപേക്ഷിച്ചു. അപ്പം രണ്ടാമത്തെ വരി കൊണ്ട് എന്താണ് കവി ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, കവി പറയുന്നത് ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതും നീയേ, ഈ പ്രപഞ്ചം സംഹരിക്കുന്ന നിലനിർത്തുന്നതും നീയേ, ഈ പ്രപഞ്ചം സംഹരിക്കുന്നതും നീയേ. ഭഗവാനേ കൃഷ്ണ, സൃഷ്ടി സ്ഥിതി സംഹാരം. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത് കൃഷ്ണ നീയാണ്, ഈ പ്രപഞ്ചത്തെ സ്ഥിതി ചെയ്യുന്നത് സംരക്ഷിക്കുന്നത് നീയാണ്, ഈ പ്രപഞ്ചത്തെ സംഹരിക്കുന്നതും നീയാണ്. അത് അങ്ങേക്കൊരു ലീലയാണല്ലോ ഭഗവാനെ. ആ ലീലകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഭഗവാനെ കൃഷ്ണ, ഞാൻ അങ്ങയോട് പലതരത്തിലുള്ള പരാതികൾ പറയുന്നത് ഉപേക്ഷിക്കുകയാണ്. ഇവിടെ വളരെ ശ്രദ്ധിക്കണം. കവി പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാരം, ഇത് മൂന്നും നടത്തുന്നത് ആരാണ്? കൃഷ്ണനാണെന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? സൃഷ്ടി നടത്തുന്നത് നമ്മുടെ കണ്ണിൽ ബ്രഹ്മാവ്, സ്ഥിതി നടത്തുന്നത് വിഷ്ണു, സംഹാരം നടത്തുന്നത് ആരാണ്? ശിവൻ. അപ്പോൾ അതിൻ്റെ അർത്ഥം
ഭട്ടതിരിപ്പാട് പറയുകയാണ്, ബ്രഹ്മാവും മഹാവിഷ്ണുവും ശിവനും ആരാണ്? കൃഷ്ണൻ തന്നെയാണ് എന്ന് നമ്മുടെ ഭട്ടതിരിപ്പാട് ജ്ഞാനദൃഷ്ടി കൊണ്ട് കണ്ടറിഞ്ഞിട്ട് പറയുകയാണ്. അതിൽ നിന്നൊരു കാര്യം വ്യക്തമായല്ലോ, വിഷ്ണുവിൻ്റെ അവതാരമല്ല കൃഷ്ണൻ, കൃഷ്ണൻ്റെ അവതാരമാണ് വിഷ്ണു. പലരും നമ്മുടെ ആചാര്യന്മാരൊക്കെ പറഞ്ഞ് അങ്ങനെ പഠിപ്പിക്കുന്നത് മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് കൃഷ്ണൻ. ഇവിടെ ഭട്ടതിരിപ്പാട് പറയുകയാണ്, ആരാണ് സൃഷ്ടി നടത്തുന്നതും കൃഷ്ണാനീ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്, ഇവിടം സംരക്ഷിക്കുന്നത് സ്ഥിതിയും കൃഷ്ണാനീ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു, സംഹരിക്കുന്നതും കൃഷ്ണാനീ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആരാണ്? ശിവനും കൃഷ്ണാനീയാകുന്നു. അപ്പോൾ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ കൃഷ്ണനാകുന്നു എങ്കിൽ ഇവർക്ക് 3 പേർക്കും മുമ്പ് കൃഷ്ണൻ ഉണ്ടാകണം. അപ്പൊ കൃഷ്ണന്റെ അവതാരമാണ് വിഷ്ണു, വിഷ്ണുവിൻ്റെ അവതാരമല്ല കൃഷ്ണൻ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ശിവനെ ആരാധിക്കുന്നവർ കൃഷ്ണനെ തന്നെയാണ് ആരാധിക്കുന്നത്. ബ്രഹ്മാവിനെ അങ്ങനെ ആരാധിക്കാറില്ല, അല്ലെങ്കിൽ ബ്രഹ്മാവിനെ ആരാധിച്ചാൽ അതും കൃഷ്ണനെ തന്നെയാണ് ആരാധിക്കുന്നത്. പിന്നെ എന്തിനാണ് ശൈവരെന്നും വൈഷ്ണവരെന്നും പറഞ്ഞ് അടികൂടുന്നത്? എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ശിവനും എല്ലാം ആരാണ്? കൃഷ്ണൻ. ശിവനെ പൂജിക്കുമ്പോൾ കൃഷ്ണൻ സന്തോഷിക്കുന്നു, കൃഷ്ണനെ പൂജിക്കുമ്പോൾ ശിവൻ സന്തോഷിക്കുന്നു. അപ്പൊ ശൈവ വൈഷ്ണവ ഭേദം നിങ്ങൾക്ക് വേണ്ട. എന്നിട്ട് നമ്മുടെ ഭട്ടതിരിപ്പാട് സത്യം പറഞ്ഞാൽ ഇതുവരെ എന്ത് ചെയ്യുകയായിരുന്നു? തൻ്റെ പരാതികൾ, തൻ്റെ പരിഭവങ്ങൾ, അതിൻ്റെ കെട്ടുകൾ അഴിക്കുകയായിരുന്നു ഭട്ടതിരിപ്പാട്. എനിക്ക് വയ്യ, എനിക്ക് വേദന, ശരീരം കോച്ചു വലിക്കുന്നു, എനിക്ക് ഏകാഗ്രത കിട്ടുന്നില്ല, എനിക്ക് അങ്ങയെ സേവിക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് പരാതി പറച്ചിലായിരുന്നു. പക്ഷെ കുറേ ഉള്ളിലുള്ള പരാതികൾ പുറത്തു പറഞ്ഞു കഴിഞ്ഞപ്പോൾ മനസ്സ് ശാന്തമായി. മനസ്സ് ശാന്തമായി കഴിഞ്ഞപ്പോഴാണ് ഭട്ടതിരിപ്പാട് വിചാരിക്കുന്നു, അയ്യോ ഈ വേദന കൊണ്ട് പൊളഞ്ഞപ്പോൾ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത്, ഭഗവാനോട് ഇതൊക്കെ പറയേണ്ട കാര്യം എന്ത് വിഡ്ഢിത്തമാണ് ഞാൻ കാണിച്ചത്. ഞാൻ പറയാതെ തന്നെ എല്ലാം അറിയുന്നവനല്ലേ സാക്ഷാൽ ഭഗവാൻ, ഞാൻ പറഞ്ഞിട്ട് വേണോ അറിയാൻ. അതുകൊണ്ട് കൃഷ്ണ, എൻ്റെ ഗുരുവായൂരപ്പ, ഇനിത്തൊട്ട് ഞാൻ പരാതി പറയത്തില്ല. മറ്റത് വേദന സഹിക്കാൻ വയ്യാതായപ്പോൾ അറിയാതെ പറഞ്ഞു പോയതാണേ കൃഷ്ണ, എന്നോട് ക്ഷമിക്കണേ. നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. നിങ്ങൾ അമ്പലത്തിൽ ചെന്നിട്ട് ഭഗവാനോട് എന്തിനാണ് ഈ പരാതികളുടെ കെട്ടഴിക്കുന്നത്, ആവശ്യങ്ങളുടെ കെട്ടഴിക്കുന്നത്? നിങ്ങൾ അമ്പലത്തിൽ ചെന്നിട്ട് നമ്പർ 1, 2, 3 ആണ്. എൻ്റെ മോന് ജോലി കിട്ടണേ, എൻ്റെ മോടെ കല്യാണം ഉറയ്ക്കണേ, എൻ്റെ ഭർത്താവിന് സ്നേഹം വരണേ, മനസ്സിലായില്ലേ, എനിക്കൊരു വീട് വെക്കാൻ തരണേ എന്ന് പറഞ്ഞാൽ നിങ്ങളത് ഭഗവാനെ ചെറുതായി കാണുകയാണ്. നിങ്ങളുടെ വിചാരം നിങ്ങൾ പറഞ്ഞാലേ ഭഗവാൻ ഇത് മനസ്സിലാക്കാൻ പറ്റൂ, അല്ലാതെ പുള്ളിക്കിത് മനസ്സിലാക്കാനുള്ള കഴിവില്ല. സത്യത്തിൽ നിങ്ങൾ ഭഗവാനെ കൊച്ചാക്കുകയാണ്. ഒന്നും വേണ്ട, ഭഗവാനോടങ്ങ് പ്രാർത്ഥിച്ചാൽ സർവ്വതും അറിയുന്നവനല്ലേ. നിങ്ങളുടെ മനസ്സിലിരിക്കുന്നത് മുഴുവനും ഭഗവാൻ അറിയാം. നിങ്ങളുടെ ആവശ്യങ്ങൾ മാത്രമല്ല, അതിനപ്പുറവും ഭഗവാൻ നിങ്ങൾക്ക് സാധിച്ചു തന്നിരിക്കും. അതുകൊണ്ട് ഇനി അമ്പലത്തിൽ ചെന്നാൽ ഒറ്റ കാര്യം, ഭഗവാനേ ഭക്തി തരണേ, നിന്നിൽ എനിക്ക് ഭക്തി തരണേ, എനിക്ക് മറ്റൊന്നും വേണ്ടായേ എന്ന് മാത്രമേ ഇന്ന് മുതൽ പ്രാർത്ഥിക്കാവൂ. ഇനി നമുക്ക് 3ാമത്തെ വരിയിലേക്ക് നോക്കാം. എന്താ 3ാമത്തെ വരി? പുരക്ലിപ്തേ പാദേ വരദ തവനേഷ്യാമി ദിവസാൻ. പുര മുന്നിൽ, എൻ്റെ മുന്നിൽ, ക്ലിപ്തേ വിളങ്ങുന്ന ശോഭിക്കുന്ന, പാദേ ഭഗവാന്റെ പാദങ്ങളിൽ, വരദാ ഭഗവാനെ അഭിസംബോധന ചെയ്യുക. എങ്ങനെയുള്ള ഭഗവാൻ? വരദൻ, വരങ്ങൾ വാരിക്കോരി നൽകുന്നവൻ. തവ അങ്ങയുടെ, നേഷ്യാമി ഞാൻ കഴിഞ്ഞുകൊള്ളാം, ദിവസാൻ ദിവസങ്ങളെ. അപ്പൊ എന്താ 3ാമത്തെ വരിയിലൂടെ കവി ഉദ്ദേശിക്കുന്നത്? ഭഗവാനെ, മനസ്സിലല്ലേ, പറയുകയാണ്, ഭഗവാനെ കൃഷ്ണ. എങ്ങനെയുള്ള കൃഷ്ണൻ?
എല്ലാവർക്കും വരങ്ങൾ വാരി കോരി കൊടുക്കുന്ന കൃഷ്ണ. ആ കുചേലനിൽ നിന്നൊരു ഇച്ചിരി അവിൽപ്പ് അങ്ങോട്ട് സ്വീകരിച്ചിട്ട് എന്തൊക്കെ കൊടുത്തു? 3 ലോകങ്ങളും കൂടെ കൊടുക്കാൻ പോയി. തൻ്റെ വസതി ഉൾപ്പെടെ പോകുമെന്ന് കണ്ട് രുക്മിണി ദേവി കയറി കൈക്ക് പിടിച്ചില്ലായിരുന്നെങ്കിൽ രുക്മിണി ദേവി കുചേലൻ്റെ പത്നിക്ക് ദാസ്യം ചെയ്യേണ്ടി വന്നേനെ. എന്നിട്ടും ഭഗവാൻ പറയുകയാണ്, എനിക്ക് തൃപ്തിയാകുന്നില്ല രുക്മിണി. 1ാമത്തെ പിടി അവര് വാരി, 2ാമത്തെ പിടി അവര് വാരി, 3ാമത്തെ പിടി അവരും കൂടെ ആയ ഇരിക്കുന്ന കൊട്ടാരം ഉൾപ്പെടെ കുചേലനാണ്. പിന്നെ കുചേലന് വേണ്ടി ദാസ്യപ്പണി ചെയ്യണം. അപ്പൊ രുക്മിണി കയറി കൈ പിടിച്ചിട്ട് ചോദിച്ചു, എന്താ ഭഗവാനെ, എന്നെയും കൂടെ ദാസ്യപ്പണി ചെയ്യിക്കാനാണോ? അപ്പോൾ ഭഗവാൻ ഒട്ടും ദുഃഖമില്ല. ഭഗവാൻ പറയുകയാണേ, മതിയാകുന്നില്ല, എനിക്ക് കൊടുത്തിട്ട് മതിയാകുന്നില്ല. ഭക്തവത്സലനാണ് ഭഗവാൻ, വാരിക്കോരി കൊടുക്കുന്നവനാണ് ഭഗവാൻ. അപ്പൊ കൃഷ്ണൻ പറയുകയാണ്, വട്ടതിരിപ്പാട് പറയുകയാണ്, കൃഷ്ണ ഗുരുവായൂരപ്പ, എല്ലാവർക്കും വരങ്ങള് വാരിക്കോരി കൊടുക്കുന്നവനേ, ഞാനൊരു കാര്യം തീരുമാനിച്ചു. എൻ്റെ മുന്നിൽ വിളങ്ങുന്ന ആ തൃപ്പാദങ്ങള്, ഭഗവാന്റെ മനോഹരമായ തൃപ്പാദങ്ങള്, അതിനെ പൂജിച്ച് ഞാൻ കഴിഞ്ഞുകൊള്ളാം. ഇനി ഭഗവാനോട് പരാതി പറഞ്ഞ് സമയം കളയാൻ ഞാനില്ല, അത് മണ്ടത്തരമാണ്. കവി പറയുന്നത് ഇതാണ്, നിങ്ങൾക്ക് ദുഃഖങ്ങൾ ഉണ്ടായാൽ കരയുകയല്ല വേണ്ടത്, പിന്നെയോ ആ ദുഃഖം എങ്ങനെ ഇല്ലാതാക്കാമെന്ന് നോക്കണം. നിങ്ങളുടെ കാലിൽ ഒരു മുള്ളു കൊണ്ടാൽ മുള്ളു കൊണ്ടേന്ന് പറഞ്ഞിരിക്കുകയല്ല, ആ മുള്ളെങ്ങനെ ഇളക്കിക്കളയാമെന്ന് ചിന്തിക്കണം. അപ്പം നമുക്ക് ദുഃഖമുണ്ടായാൽ അതില്ലാതാക്കാൻ ഒരേ ഒരു പോംവഴി മാത്രമേ ഉള്ളൂ, അത് ഭഗവാനെ ആശ്രയിക്കുക എന്നതാണ്, ഭഗവാന്റെ തൃപ്പാദങ്ങളെ പൂജിക്കുക എന്നതാണ്. വേറെ യാതൊരു മാർഗവുമില്ല. അപ്പം നിങ്ങളുടെ ദുഃഖങ്ങൾ, നിങ്ങളുടെ സങ്കടങ്ങൾ അതില്ലാതാകുന്നതിന് ഒറ്റ മാർഗം മാത്രമേ ഈ പ്രപഞ്ചത്തിലുള്ളൂ, ഭഗവാൻ ശ്രീകൃഷ്ണനെ ആശ്രയിക്കുക, ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ വിളങ്ങുന്ന തൃപ്പാദങ്ങളെ പൂജിക്കുക. ഇതല്ലാതെ വേറെ വഴിയില്ല. ദുഃഖങ്ങളെല്ലാം തീർന്നതിന് ശേഷം ഭഗവാനെ പൂജിക്കാമെന്ന് കരുതുന്നത് പോലെ മണ്ടത്തരം വേറെയില്ല. അലക്കൊഴിഞ്ഞ് കാശിക്ക് പോകാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ എല്ലാ ദുഃഖവും തീർന്നിട്ട്, എല്ലാ പ്രാരാബ്ദങ്ങളും തീർന്നിട്ട് ഭഗവാനെ പൂജിക്കാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ ജന്മം നടന്നെന്ന് വരില്ല. അതുകൊണ്ട് പട്ടതിരിപ്പാട് പറയുന്നു, ഞാൻ ഇനി മുതൽ ദുഃഖങ്ങളും പരാതികളും പറയില്ല. അതിന് ഒരേ ഒരു പ്രതിവിധി ദുഃഖമില്ലാതാക്കുകയാണ്. അതുകൊണ്ട് ഭഗവാനെ ഞാൻ അങ്ങയുടെ തൃപ്പാദങ്ങളെ സേവിക്കാൻ തീരുമാനിച്ചു. അപ്പൊ കൃഷ്ണ, അങ്ങ് എന്നിൽ കരുണ ചൊരിയുന്നത് വരെ ഞാൻ എന്തു ചെയ്യുമെന്നറിയാമോ? കൃഷ്ണ ഗുരുവായൂരപ്പ, അങ്ങനെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതണ്ട. കൃഷ്ണ, എന്നെ തട്ടിക്കളിക്കുമ്പം, എനിക്ക് ദുഃഖങ്ങൾ തരുമ്പം, എനിക്ക് പ്രയാസങ്ങൾ തരുമ്പം ഞാൻ ഇട്ടിട്ടോടുമെന്ന് കള്ളക്കണ്ണ നീ കരുതുന്നെങ്കിൽ തെറ്റി. ഇവിടെ ഞാൻ ജയിക്കും കൃഷ്ണ, ഇവിടെ ഞാൻ ജയിക്കും, നീ തോക്കത്തതേ ഉള്ളൂ. നീ എന്നെ എങ്ങനെ തട്ടിക്കളിച്ചാലും എനിക്ക് പരാതിയില്ല. നിനക്കെന്നെ വടക്കോട്ട് തട്ടണോ തട്ടിക്കൊള്ളൂ, തെക്കോട്ട് തട്ടണോ തട്ടിക്കൊള്ളൂ. എഴുന്നേറ്റിട്ട് ഞാൻ പറയും, കൃഷ്ണ നീ എന്നെ എങ്ങോട്ട് തട്ടിയാലും ഞാൻ ഈ പാദങ്ങളിലെ പിടിവിടില്ല. കൃഷ്ണ, ഞാൻ ഈ പാദങ്ങളിലെ പിടിവിടില്ല. നീ എന്നിൽ കരുണ ചൊരിയുന്നത് വരെ ഞാൻ ഈ പാദങ്ങളിലെ പിടി എന്ത് ചെയ്യില്ല, വിടില്ല. വിടാതെ ഈ പാദങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആനന്ദ കണ്ണീർ കൊണ്ട് ഈ പാദങ്ങളെ ഞാൻ നനയ്ക്കും. കൃഷ്ണ, നീ എന്നെ എങ്ങനെ ദുഃഖിപ്പിച്ചാലും, നീ എനിക്ക് എത്ര ദുഃഖങ്ങൾ തന്നാലും ഈ പാദത്തിലെ പിടി ഞാൻ വിടില്ല. ഈ പാദത്തിലെ പിടി ഞാൻ വിടില്ല കൃഷ്ണ. ആ പിടി പിടിച്ചിട്ട് ഞാൻ വിളിക്കും, കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ, രാധാവല്ലഭ രാധാവല്ലഭ.
ഒന്നാമത്തതും അവസാനത്തതുമായ വരിയിലേക്ക് വരാം. ശ്രദ്ധിച്ചേട്ടെ. യഥാശക്തി വ്യക്തം നദി നുതി നിഷേവ വിരചയൻ. യഥാശക്തി എന്ന് പറഞ്ഞാൽ നമ്മളാലാവുന്ന വിധത്തിൽ, വ്യക്തം വളരെ വ്യക്തമായിട്ട്, നദി ഭഗവാനെ കുമ്പിടണം, നുതി ഭഗവാനെ സ്തുതിക്കണം, നിഷേവ അങ്ങനെ ചെയ്തുകൊണ്ട്, വിരചയൻ അങ്ങനെ ചെയ്യുന്നവനായി മാറണം. എന്ന് പറഞ്ഞാൽ എന്താണ് നാലാമത്തെ വരി കൊണ്ട് ഭഗവാൻ ഉദ്ദേശിക്കുന്നത്? പറയുകയാണ്, കൃഷ്ണ എൻ്റെ യഥാശക്തി അനുസരിച്ച് എന്നാലാവും വിധം അങ്ങയുടെ പാദങ്ങളെ ഞാൻ നമസ്കരിക്കും, സ്തുതിക്കും, ഞാൻ ഭജിക്കും. അങ്ങനെ ഞാൻ ദിവസങ്ങൾ തള്ളി നീക്കും. കൃഷ്ണ, നീ എന്നെ എത്ര ദുഃഖിപ്പിച്ചാലും ശരി, എത്ര സങ്കടപ്പെടുത്തിയാലും ശരി, എത്ര എന്നെ കണ്ടില്ല എന്ന് നടിച്ചാലും ശരി, ഞാൻ വിടത്തില്ല കൃഷ്ണ. ഞാൻ നിന്റെ പാദങ്ങളെ മുറുകെ പിടിച്ചിട്ട് ആ പാദങ്ങളെ ഞാൻ നമസ്കരിക്കും, ആ പാദങ്ങളെ ഞാൻ സ്തുതിക്കും, ആ പാദങ്ങളെ ഞാൻ ഭജിക്കും കൃഷ്ണ. എന്നിട്ടുണ്ടല്ലോ കൃഷ്ണ, മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന വേഴാമ്പൽ പക്ഷിയെപ്പോലെ നിന്നിൽ നിന്നൊരൽപ്പം കരുണ കിട്ടാൻ, ഒരൽപ്പം കരുണ കിട്ടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കും കൃഷ്ണ. ഇത് ശരിക്കും കവി കൃഷ്ണനോട് പറയുന്നതാണെങ്കിലും കവി നമുക്കും കൂടെ തരുന്ന ഒരു ഉപദേശമാണ്. വെറുതെ നമ്മൾ ദുഃഖം ദുഃഖം എന്ന് പറഞ്ഞ് ഭഗവാനോട് പരിഭവങ്ങൾ പറഞ്ഞ് സമയം കളയരുത്. കാരണം സുഖമേത് ദുഃഖമേത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അതായത് സുഖം എന്ന് പറയുന്നത് ഒരു പക്ഷേ ദുഃഖത്തിലേക്കുള്ള ഒന്നാമത്തെ പടിയായിരിക്കും. അപ്പം നിങ്ങളത് സുഖമെന്ന് അന്നേരം കരുതും, ഉടൻ ദുഃഖമുണ്ട്. ദുഃഖം എന്ന് കരുതുന്നത് സുഖത്തിലേക്കുള്ള ഒന്നാമത്തെ പടിയായിരിക്കും. ഇപ്പം നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു 10,000 രൂപ കളഞ്ഞുപോയി. ആ കളഞ്ഞു പോകുമ്പോൾ നിങ്ങളുടെ മനസ്സങ്ങോട്ട് വേദനിക്കും. പക്ഷേ ഭഗവാൻ അത് ചെയ്യുന്ന എന്തിനാണെന്ന് വേണ്ടി അറിയാമോ? നിങ്ങൾക്ക് 1 കോടി ബമ്പർ സമ്മാനം തരാൻ ഭഗവാൻ തീരുമാനിച്ചു. നിങ്ങളിൽ കണ്ട് ഭഗവാൻ ലോട്ടറി അടിപ്പിക്കും, 1 കോടി അടിപ്പിക്കും. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ മുമ്പ് ചെയ്തിട്ടുള്ള പാപങ്ങളുണ്ട്. അതൊരല്പം എന്ത് ചെയ്യണം? നുള്ളിക്കളയണം. അതിനു വേണ്ടിയായിരിക്കും ഭഗവാൻ ഈ 10,000 കളയുന്നത്. അപ്പോൾ എപ്പോഴും ആലോചിക്കുക, നിങ്ങൾ നഷ്ടം എന്ന് കരുതുന്നത് ഭഗവാൻ വലിയ ലാഭം തരാനാണ്. അപ്പം നിങ്ങൾക്ക് ദുഃഖം എന്ന് തോന്നുന്നത് ഭാവി അറിയാൻ വയ്യാത്തത് കൊണ്ടാണ്, സുഖമാണ്. നിങ്ങൾക്ക് രോഗം വരുന്നു. ശരിക്കും പറഞ്ഞാൽ എന്താണ് രോഗമെന്നറിയാമോ? കഴിഞ്ഞ ജന്മത്ത് നമ്മൾ ചെയ്തിട്ടുള്ള പാപങ്ങളാണ് ഈ ജന്മത്ത് രോഗമായി വരുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിലിരിപ്പനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തെ പാപം വെച്ചിട്ട് മാറാവ്യാധി വരേണ്ടതായിരിക്കും. പക്ഷേ എന്തെങ്കിലും ഒന്ന് തരണ്ടേ? കണ്ണി കൊള്ളേണ്ടത് പുരുകത്തി കൊണ്ടുപോയെന്ന് പറയുന്നത് പോലെ മാറാവ്യാധി വരേണ്ട കയ്യിലിരിപ്പുമായിട്ടാണ് കഴിഞ്ഞ ജന്മത്തിൽ ഇങ്ങോട്ട് വന്നത്. അത് തീർക്കാൻ വേണ്ടി ഭഗവാൻ നിങ്ങൾക്ക് ഒരു ചെറിയ രോഗം വന്നതാണ്. ആ രോഗം തന്നത് ഇതിനു വേണ്ടി മാത്രമാണ്. ഇപ്പോൾ ഓർമ്മിക്കുക, ഒരിക്കൽ വില്ലുമംഗലത്തിന് കലശലായ വയറ്റുവേദന, എന്തൊക്കെ ചെയ്തിട്ടും മാറുന്നില്ല. ഭഗവാനെ കണ്ടിട്ട് പറഞ്ഞു, ഭഗവാനെ എനിക്ക് വയറ്റുവേദന സഹിക്കാൻ വയ്യ. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, വില്ലുമംഗലം ഇതിന് മരുന്നില്ല, നീ ഇത് സഹിച്ചേ പറ്റത്തോളെന്ന് പറഞ്ഞു. ഭഗവാനെ വയ്യല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വില്ലുമംഗലം, ഇത് നീ സഹിക്കണം, കാരണം എനിക്കിതിനകത്തൊന്നും ചെയ്യാനില്ല. അങ്ങനെ വില്ലുമംഗലം വിഷമിച്ച് വരുന്ന കണ്ടപ്പോൾ അഗസ്ത്യമുനി വരുന്നു. അദ്ദേഹം ചോദിച്ചു, അഗസ്ത്യനാണോ ദുർവാസാവാണോ ഓർക്കുന്നില്ല, അഗസ്ത്യനാണെന്ന് തോന്നുന്നു. അഗസ്ത്യമുനി വരുന്നു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താ വില്ലുമംഗലം ഇങ്ങനെ വിഷമിക്കുന്നത്? കഠിനമായ വയറ്റുവേദന, അത്രേ ഉള്ളൂ, ഞാനിപ്പം മാറ്റിത്തരാം. അപ്പോൾ വില്ലുമംഗലത്തിന് അത്ഭുതമേ, കൃഷ്ണൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞ സാധനം അഗസ്ത്യമുനി മാറ്റാനോ? അദ്ദേഹം തൻ്റെ കമണ്ടലിൽ നിന്ന് വെള്ളമെടുത്ത് ജപിച്ചങ്ങോട്ട് കൊടുത്തിട്ട് പറഞ്ഞു, കുടിച്ചോ വില്ലുമംഗലം. വില്ലുമംഗലം കുടിച്ചു, വയറ്റുവേദന പോയി, ദാട്ടക്കുന്നു. പിറ്റേ ദിവസം പരിഭവവുമായിട്ടിരിക്കുകയാണ്. കൃഷ്ണൻ വന്നിട്ടും വില്ലുമംഗലം മിണ്ടുന്നില്ല. അപ്പോൾ കൃഷ്ണൻ ചോദിച്ചു, അല്ല എന്താണ് ഒരു പരിഭവം? ഭഗവാനെ എന്നോടിത് വേണ്ടായിരുന്നു കേട്ടോ,
അപ്പോൾ ചോദിച്ചു, എന്ത് പറ്റി വില്വമംഗലം? എന്താ വില്വമംഗലത്തിന് പറ്റിയത്? എന്താ പറ്റിയെന്നോ? ഭഗവാനെ, വലിയ ചതിയായിപ്പോയി കേട്ടാ. ഞാൻ വയറ്റുവേദന കൊണ്ട് കിടന്ന് കഷ്ടപ്പെടുകയാണ്. അങ്ങനെ കഷ്ടപ്പെടുന്ന അവസരത്തിൽ ഭഗവാൻ പറഞ്ഞു, ഇതിന് മരുന്നില്ല എന്ന് പറഞ്ഞു. അതേ മരുന്നില്ല, കള്ളം പറയരുത്. ആ മുനി അല്പം വെള്ളം ജപിച്ചു തന്നപ്പോൾ ഇത് പോയല്ലോ. കൃഷ്ണൻ പറഞ്ഞു, ചതിച്ചല്ലോ വില്വമംഗലം, ചതിച്ചല്ലോ. എന്ത് മണ്ടത്തരമാണ് ഈ കാണിച്ചത്. നീ കുറച്ചു നേരവും കൂടെ അത് സഹിച്ചാൽ മതിയായിരുന്നു. വില്വമംഗലം, നിനക്ക് ഞാൻ മോക്ഷം തരാൻ തീരുമാനിച്ചു. നിന്നെ ഞാൻ എൻ്റെ കൂടെ അങ്ങ് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അപ്പം നിനക്ക് കഴിഞ്ഞ ജന്മത്തെ പാപം ഒരല്പം ബാക്കി കിടന്നു. ആ പാപമാണ് ഞാൻ നിനക്ക് വയറ്റുവേദനയായിട്ട് തന്നത്. പക്ഷെ നീ ഇപ്പോൾ അത് മുനി തന്ന വെള്ളം കുടിച്ച് തീർത്തപ്പോൾ ഇനിയും നീ ഒരു ജന്മം എടുക്കണമല്ലോ. അപ്പോഴാണ് വില്വമംഗലം പറയുന്നത്, അയ്യോ ഭഗവാനെ, എന്നോട് ക്ഷമിക്കണേ. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഇനിയൊന്നും ചെയ്യാനില്ല. അടുത്ത ജന്മം നീ ഗുരുവായൂർ അമ്പലത്തിൽ ഒരു തുളസി ചെടിയായിട്ട് ജനിക്കും. അപ്പോഴ് മാല കെട്ടാനായിട്ട് ഒരു ദിവസം തുളസി കിട്ടത്തില്ല. അപ്പോൾ എന്തു ചെയ്യും? ആ നിൽക്കുന്ന നിന്നെ എടുത്ത് പിച്ചി എടുത്തിട്ട് കെട്ടി എൻ്റെ കഴുത്തിൽ അണിയിക്കുന്നതോടുകൂടി വില്വമംഗലം നിനക്ക് മോക്ഷം കിട്ടും. കണ്ടോ? ആ വയറ്റുവേദന വന്നപ്പം വില്വമംഗലം കിടന്ന് ഭഗവാനോട് പരിഭവം പറഞ്ഞു. പക്ഷെ ഭഗവാൻ വേറെ ഉദ്ദേശത്തില്ല. ഇത് മനസ്സിലാക്കാതെ കൊച്ചു കൊച്ചു ദുഃഖം വരുമ്പോൾ ഇരുട്ട് വെളുക്ക കിടന്ന് ഹാ ഹാ എന്നും പറഞ്ഞ് കരഞ്ഞ്, ഭഗവാനെ കൃഷ്ണ, ഞാൻ എത്ര ഭജിച്ചിട്ടും എന്താ എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിക്കുന്നത്? ഇങ്ങനൊന്നും പറയല്ലേ പൊന്നേ. കൃഷ്ണൻ എന്തോ നല്ല ഉദ്ദേശത്തിൽ നിങ്ങൾക്ക് തരുന്നതാണ്. പിന്നെ ഒന്നും കൂടെ ആലോചിക്കുക, സുഖവും ദുഃഖവും അനുഭവിക്കുന്ന സമയത്തേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം തുല്യമല്ലേ? അങ്ങനല്ലേ പറയുന്നത്? സുഖവും ദുഃഖവും അനുഭവകാലം പോയാൽ സമമിക നാരായണ ജയ, നാരായണ ജയ, നാരായണ ജയ, നാരായണ ജയ, നാരായണ ജയ. കേട്ടിട്ടില്ലേ നിങ്ങള്? അപ്പൊ സുഖവും ദുഃഖവും എല്ലാം അനുഭവിക്കുന്ന സമയത്ത് മാത്രമാണുള്ളത്. അപ്പൊ രണ്ടും തുല്യമാണ്. നിങ്ങൾക്ക് പണ്ട് അനുഭവിച്ച ഒരു ദുഃഖത്തെക്കുറിച്ച് ഇപ്പം ആലോചിച്ച് നോക്കെ, പണ്ട് അനുഭവിച്ച ഒരു സുഖത്തെക്കുറിച്ച് ഇപ്പം ആലോചിച്ച് നോക്കെ, ഒന്നും തോന്നത്തില്ല. പിന്നെ ഭഗവാൻ ഇതിനകത്തൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആ വാക്ക്? യഥാശക്തി. യഥാശക്തി എന്ന് പറഞ്ഞാൽ നമ്മളാലാകും വിധം. നിങ്ങൾ ഓരോ ഒഴിവ് കഴിവ് പറയും ഭഗവാനെ പൂജിക്കാതിരിക്കുക. നിങ്ങൾ പറയും, ദുഃഖം കൊണ്ട് എനിക്ക് മനസ്സ് പ്രവർത്തിക്കുന്നില്ല, പിന്നെ എങ്ങനെ ഭഗവാനെ പ്രാർത്ഥിക്കും? രോഗം കൊണ്ട് എൻ്റെ ശരീരം വഴങ്ങുന്നില്ല, പിന്നെ എങ്ങനെ ഭഗവാനെ പ്രാർത്ഥിക്കും? ശ്വാസം മുട്ടുകൊണ്ട് മിണ്ടാൻ വയ്യ. നിങ്ങൾ ആലോചിക്കുക, ഇവിടെയാണ് കവി യഥാശക്തി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഭഗവാനെ സാഷ്ടാംഗം നമസ്കാരം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ വേണ്ട, ഒന്ന് കുനിഞ്ഞു നിന്നൊന്ന് തൊഴുത്. ഇനി അതിനു പോലും പറ്റുന്നില്ലെങ്കിൽ വേണ്ട, മനസ്സുകൊണ്ട് സങ്കല്പിച്ചാൽ മതി ഭഗവാനെ തൊഴുന്നതായിട്ട്. അതേ കണക്ക് തന്നെ നിങ്ങൾക്ക് വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ പറ്റുന്നില്ല, അത്രയും നേരം ഇരുന്ന് ചൊല്ലാനുള്ള ആവതില്ല, വേണ്ട, ഹരേ രാമ മന്ത്രം ജപിച്ചാൽ മതി. മനസ്സിലായില്ലേ? എന്നാൽ അതിനും നിങ്ങൾക്ക് പറ്റുന്നില്ല, അത്രയും പോലും നിങ്ങൾക്ക് വലിയ അവശതയാണ്, വേണ്ട, നാരായണ എന്ന് മാത്രം എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ജപിച്ചാൽ മതി. അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ടത്. എന്നിട്ട് ഭഗവാന്റെ കരുണയ്ക്കായിട്ട് ഇങ്ങനെ കാത്തിരിക്കണം. ഇപ്പം നിങ്ങൾക്ക് നല്ലതുപോലെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം നിലത്ത് വീണ് തൊഴാൻ വയ്യെങ്കിൽ നിന്ന് തൊഴു, അതും വയ്യെങ്കിൽ മനസ്സുകൊണ്ട് സങ്കല്പിക്ക്. വിഷ്ണു സഹസ്രനാമം മൊത്തം ചൊല്ലാൻ വയ്യ, വേണ്ടടേ, ഒരു കൊച്ചുനാമം മതി. ഹരേ രാമ പോലും നീട്ടി ചൊല്ലാൻ വയ്യ, വേണ്ട, എൻ്റെ കൃഷ്ണ ഓം ക്ലീം കൃഷ്ണായ നമ, അതുമില്ലെങ്കിൽ എൻ്റെ കൃഷ്ണ നാരായണ എന്ന് ജപിച്ചാൽ മതി. അങ്ങനെ അങ്ങോട്ട് ജപിക്ക്. ജപിച്ചിട്ട് ഭഗവാന്റെ കരുണയ്ക്കായി കാത്തിരിക്ക്, കാത്തിരിക്ക്. ഭഗവാനോട് ഒരു അപേക്ഷ മാത്രം നിങ്ങൾ ചെയ്യുക. കൃഷ്ണ, എൻ്റെ ഗുരുവായൂരപ്പ, കരുണ പെയ്യാൻ താമസിക്കരുതേ കൃഷ്ണ. അത് മാത്രമാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ദുഃഖങ്ങൾ മാറ്റിവെക്ക്, സങ്കടങ്ങൾ
പ്രശ്നങ്ങൾ മാറ്റിവെക്ക്, എല്ലാം മാറ്റിവെക്ക്, ആ പാദത്തിൽ നിങ്ങളാൽ ആകുന്ന വിധം നമസ്കരിക്ക്. എന്നിട്ട് കൃഷ്ണനോട് പ്രാർത്ഥിക്ക്, കൃഷ്ണ എനിക്ക് കരുണ വേഗം താ. കാരണം കൃഷ്ണൻ്റെ കരുണയുടെ ഒരംശം വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. അതുകൊണ്ട് ഇരയിമ്മൻ തമ്പിയെ പോലെ നമുക്കും പ്രാർത്ഥിക്കാം. നമുക്ക് ശ്രീരാഗം ഒന്നും അറിഞ്ഞൂടാ, പക്ഷേ നമ്മളാൽ ആകുന്ന വിധത്തിൽ നിങ്ങൾ ഇപ്പം തന്നെ ഇരുന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചോ. കാരണം ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥനയാണിതെന്ന് പറയുന്നത്. ഇത് ഞാൻ കേട്ടിട്ടുണ്ടൊരിക്കൽ. സിനിമാ സംവിധായകൻ ലോഹിതദാസിൻ്റെ അടുത്ത് മോഹൻലാൽ പറഞ്ഞു, എനിക്കൊരു സിനിമ ചെയ്യാൻ പറഞ്ഞു. എത്ര ലോഹിതദാസ് ശ്രമിച്ചിട്ടും എന്ത് പറ്റുന്നില്ല, എഴുതാൻ പറ്റുന്നില്ല, ഒരു വരി പോലും വരുന്നില്ല. അവസാനം മോഹൻലാലിന് ഒരല്പം ഈർഷ്യ തോന്നി. മോഹൻലാൽ പറഞ്ഞു, ഇതൊരെണ്ണം അങ്ങ് എഴുതിത്താ, എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് പിരിയാം ലോഹി എന്ന് പറഞ്ഞു. അത് ലോഹിതദാസിനൊരു വിഷമമായി പോയി. അപ്പോൾ ലോഹിതദാസ്, ഞാൻ എവിടെയോ വായിച്ചതാണത്, അപ്പോൾ ലോഹിതദാസ് എന്ത് ചെയ്തു, കയറി കഥ കടച്ചിരുന്നിട്ട് അങ്ങോട്ട് ഭഗവാന് പ്രിയപ്പെട്ട, അതായത് ഭഗവാന്റെ കരുണ ജപിച്ചാലേ എഴുതാൻ പറ്റൂ. അപ്പോൾ ലോഹിതദാസ് പാടാൻ തുടങ്ങി, കരുണ ചെയ്യുവാനെന്ത് താമസം കൃഷ്ണ കരളിണ കൈ തൊഴുന്നേൻ. ലോഹിതദാസ് പറയുകയാണ്, പെട്ടെന്നാണ് എനിക്ക് ഓരോ കാര്യങ്ങൾ ഓർമ്മ വരുന്നത്. അങ്ങനെ എഴുതിയതാണ് കമലദളം എന്ന സിനിമ. എന്നിട്ട് ലോഹി പറയുന്നുണ്ട്, അതിനകത്ത് നാട്യശാസ്ത്രത്തെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. സത്യത്തിൽ ഞാനത് വായിച്ചിട്ടില്ല, അതെങ്ങനെ എഴുതിയെന്ന് എനിക്കറിയില്ല. സത്യത്തിൽ ഇത് ഭഗവാൻ എഴുതിയതാണ്. എന്നിട്ടൊരു ഉഗ്രൻ സെൻറ്റൻസ് പറയുന്നുണ്ട് ലോഹിതദാസ് പറയുകയാണ്, ഞാൻ ഈ കഥയെല്ലാം ഭഗവാനാണ് എനിക്ക് എഴുതിയിരുന്നത്, പിന്നെ ഞാൻ അല്പനായതുകൊണ്ട് അതിൻ്റെ അടിയിൽ ബൈ ലോഹിതദാസ് എന്ന് എഴുതുന്നേ ഉള്ളൂ. സത്യത്തിൽ ബൈ ശ്രീകൃഷ്ണനാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ഭഗവാനെ എനിക്ക് അങ്ങയുടെ കരുണ വേണം, ഒരു തുള്ളി മതി കരുണ, അതിന് താമസിക്കരുതേ. നിങ്ങളാലാവും മട്ടിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രാഗത്തിൽ നിങ്ങൾ പാടിക്കൊള്ളൂ. നമുക്കൊന്നിച്ചാകട്ടെ ഇപ്പോൾ കരുണ ചെയ്യുവാനെന്തു താമസം കൃഷ്ണ, കരുണ ചെയ്യുവാനെന്തു താമസം കൃഷ്ണ, കഴലീണ കൈ തൊഴുന്നേൻ കൃഷ്ണ, കഴലീണ കൈ തൊഴുന്നേൻ. ശരണാഗതന്മാർക്കിഷ്ട വരദാനം ചെയ്തു ചെമ്മേ. ശരണാഗതന്മാർക്കിഷ്ട വരദാനം ചെയ്തു ചെമ്മേ. ഗുരുവായൂർ പൂരം തന്നിൽ, ഗുരുവായൂർ പൂരം തന്നിൽ മരുവുമഖില ദുരിത ഹരണ ഭഗവാൻ, കരുണ ചെയ്യുവാനെന്തു താമസം കൃഷ്ണ, കരുണ ചെയ്യുവാനെന്ത് താമസം കൃഷ്ണ, കരുണ ചെയ്യുവാനെന്ത് താമസം കൃഷ്ണ, കടലീണ കൈ തൊഴുന്നേൻ, കടലീണ കൈ തൊഴുന്നേൻ കൃഷ്ണ, കടലീണ കൈ തൊഴുന്നേൻ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.